പാട്ട് മാത്രമല്ല, വേൾഡ് സൈക്കിൾ ഡേയുടെ അന്ന് ഒരു പ്രത്യേക ആളെ നമ്മൾ പരിചയപ്പെടുന്നു ഞാൻ പറഞ്ഞില്ലേ. യെസ്, ഷീ സൈക്ലിംഗ് കേട്ടിട്ടുണ്ടോ? ഫ്രീ ആയിട്ട് സൈക്കിൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ അവരുടെ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. എന്താണെന്ന് ആളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഷീ സൈക്ലിംഗിന്റെ നാഷണൽ കോർഡിനേറ്റർ ആയിട്ടുള്ള സീനത്താണ് എന്റെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നത്. ഗുഡ് ഈവനിങ് സീനത്ത്. ഗുഡ് ഈവനിങ് നമ്മളാ. അപ്പോ ശരിക്കും സീനത്ത് എന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഒരുപാടധികം പ്രത്യേകതയുള്ള ഒരാളാണ്. അതെ അതെ. ഫോർട്ട് കൊച്ചി വേലി ഗ്രൗണ്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫ്രീ ആയിട്ട് സൈക്കിൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതെ 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 അതെ. സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞു, ബാക്കി അങ്ങോട്ട് പറഞ്ഞോ. ഇത് ഷീ സൈക്ലിംഗ് സ്ത്രീകളെയും കുട്ടികളെയും സൈക്ലിംഗിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. 2022 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2 വർഷമാകാറായി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 14ഓളം സ്ഥലങ്ങളിൽ പഠിപ്പിച്ചു. എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടെന്ന് പറയല്ലോ. ശരിക്കും എവിടെ നിന്നാണ് തുടങ്ങിയത്, എങ്ങനെയാണ് തുടങ്ങിയത്? ശരിക്കും ആദ്യം 2022 ഒക്ടോബറിൽ ഷീ സൈക്ലിംഗ് തുടങ്ങുന്നത് പള്ളത്തിരാമൻ വെളിയിലാണ്. അവിടെ ധാരാളം പേരുണ്ടായിരുന്നു. ഞാൻ അവിടെ ഫോർട്ട് കൊച്ചി മാത്രം ഒരു 300ഓളം സ്ത്രീകളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഷീ സൈക്ലിങ്ങിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീയിലെ സ്ത്രീകൾ, സാധാരണ വീട്ടമ്മമാര്, സ്കൂൾ കുട്ടികൾ, വിവിധ തലങ്ങളിലായിട്ട് ജോലി ചെയ്തിരിക്കുന്ന പല സ്ത്രീകളെയും ഇതുവഴി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, സീനത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സൈക്ലിംഗ് പഠിപ്പിക്കാം എന്നുള്ള ഒരു ഐഡിയയിലോട്ട് വന്നത്? ശരിക്കും ഞാനും സൈക്കിൾ പഠിച്ചിട്ട് ഒരു 3 വർഷമായിട്ടുള്ളൂ. ശരി. എന്നിട്ട് അപ്പൊ ഞാൻ സൈക്ലിങ്ങിലേക്ക് വന്നത് സൈക്കിൾ ഔട്ടുക എന്നുള്ള ഇതിനുകൊണ്ടല്ല, 2 വീലർ ഓടിക്കാൻ പഠിക്കുക എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ സൈക്ലിങ്ങിലേക്ക് വന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ സൈക്കിൾ ഔട്ടിയാൽ പെട്ടെന്ന് ബാലൻസ് കിട്ടും എന്നുള്ളൊരു ധാരണയുള്ള നമ്മളെല്ലാം. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനും സൈക്കിൾ പഠിക്കാൻ വന്നത്. സൈക്ലിംഗ് എന്നെ വല്ലാത്തൊരു ലോകത്തേക്കാണ് കൊണ്ടുപോയത് എന്തായാലും. കാരണം സൈക്കിൾ പഠിച്ചതോടുകൂടി ഒരു മാനസികപരമായിട്ടുള്ള മാറ്റം, ശാരീരികപരമായിട്ടുള്ള മാറ്റം, ഇതെല്ലാം വളരെയധികം അനുഭവപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. മാനസികപരമായിട്ടുള്ള അതൊരു ചെറിയൊരു കാര്യമായിട്ട് അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതെ, അതിന് സമയം വേണം. ഡീറ്റെയിൽ ആയിട്ട് സീനത്ത് പറയും എങ്ങനെയാണ് ഈ സൈക്ലിങ്ങിലോട്ടൊക്കെ വന്നത്. ഇത്രയും കേട്ടപ്പോ ഒരു ആവേശമായില്ലേ? എന്നാ പാട്ടൊക്കെ കേട്ടിട്ട് ബാക്കി കഥ പറയാം. ക്യാപ്റ്റൻ സിനിമയിലെ പാട്ട് കേട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഉള്ളതും ഒരു ക്യാപ്റ്റനാണ്. വേൾഡ് സൈക്കിൾ ഡേയുടെ അന്ന് ഷീ സൈക്ലിംഗ് എന്നൊരു ഗ്രൂപ്പ്, അതിന്റെ നാഷണൽ കോർഡിനേറ്റർ ആയ സീനത്താണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ നമ്മൾ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് സീനത്ത് ഈ ഷീ സൈക്ലിംഗിൽ വന്നതും വേലി ഗ്രൗണ്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് സൈക്കിൾ പഠിപ്പിക്കാനുള്ള തീരുമാനം എടുത്തതെന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ അപ്പോഴും അവിടെ ഒരു കഥയുണ്ട്. സൈക്ലിംഗ് കാരണം സീനത്തിന്റെ ലൈഫ് മാറ്റിമറിച്ചൊരു കഥ. 10-15 വർഷമായിട്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോ കുറച്ചൊരു എന്റെ മനസ്സിൽ ചെറിയൊരു പിരിമുറുക്കം കൊണ്ടൊരു റെസ്റ്റ് വേണമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ഇറങ്ങിയതാണ്. ആ സമയത്താണ് എന്റെ സൈക്കിൾ പഠനം. അത് തന്നെ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നു എന്ന് പറയാം. അടിപൊളി. അങ്ങനെ ഒരു മാറ്റം ഇവിടെയുള്ള എല്ലാവർക്കും വേണം, ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും വേണം തോന്നി. സ്ത്രീകൾക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീകളുടെ ഒരു, പിന്നെ മാനസികപരമായിട്ടുള്ള ഒരു മുന്നേറ്റം അവർക്ക്. ശരിക്കും കൊച്ചിയിലെ സ്ത്രീകൾക്ക് മാത്രം ഇത് പോരാന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കാശ്മീർക്ക് പോയല്ലേ? ആ കഥ എന്താ? അത് കാശ്മീരിലേക്ക് പോയതല്ല, ജമ്മു കാശ്മീർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സഹകരണത്തോടുകൂടി അവിടെയും ഷീ സൈക്ലിംഗ് നടപ്പാക്കി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം തുടങ്ങിയ ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ് കാശ്മീർ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. 2-3 പ്രാവശ്യം എനിക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ അങ്ങനെ പോകാൻ ശ്രമിച്ചില്ല. കാരണം 3-4 ദിവസം കൊണ്ട് പോയി കാണാനല്ല എന്റെ ഇഷ്ടം. ഒരു 10-15 ദിവസത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് തുടങ്ങി എനിക്കുണ്ട്. പക്ഷെ അത് ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. സൈക്കിൾ വഴി വരുമെന്ന് വിചാരിച്ചില്ല അല്ലേ? സൈക്കിൾ വഴി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. മനസ്സിലായി. ഇപ്പൊ കാശ്മീർ പോയിട്ട് എത്ര സ്ത്രീകളെ പഠിപ്പിച്ചു? എങ്ങനെയായിരുന്നു അവരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ? അവിടെ വളരെയധികം റെസ്പോൺസ് ആണ്. കാരണം നമ്മുടെ ഇവിടെ ഈ ഫോർട്ട് കൊച്ചി ഏരിയയിൽ തന്നെ നമ്മുടെ ഇത്രയും ഇൻഡിപെൻഡൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഒരു 300-ൽ പരം സ്ത്രീകളെ ഞാൻ പഠിപ്പിച്ചു. കാരണം ഇത്രയധികം പേര് സൈക്കിൾ ഓട്ടാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ വിചാരിക്കും സൈക്കിൾ ഓട്ടാൻ ആർക്കാ അറിയാത്തതെന്ന്. ശരിയാ. സൈക്കിൾ ചവിട്ടി കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം, സാമ്പത്തികപരമായിട്ടുള്ളതാണെങ്കിലും മാനസികപരമായിട്ടുള്ളതാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ളതാണെങ്കിലും വലിയൊരു മാറ്റമാണ് സ്ത്രീകൾക്ക്. ശരിക്കും കാശ്മീർ അങ്ങനെയല്ല. കാശ്മീർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ സൈക്കിളുകൾ മാറ്റി വെക്കുവോ? എല്ലാവരുടെ വീട്ടിലും സൈക്കിളുകൾ ഉണ്ടാവും. പക്ഷെ അവിടെ അങ്ങനെയല്ല. പെൺപിള്ളേര് മാത്രമുള്ള വീടുകളിൽ സൈക്കിളേ ഇല്ല. ഇനിയിപ്പോ സൈക്കിൾ ഉണ്ടെങ്കിൽ തന്നെ അവരെ തൊടാറുമില്ല. അപ്പൊ അവിടെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം അവർക്ക് അത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഒരു ഫ്രീഡമാണ്. കാരണം എല്ലാ വിവിധ ജോലിക്കാരും ഉണ്ടായിരുന്നു. ബാങ്കിൽ ജോലി ചെയ്യുന്നവര്, ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവര്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവരൊക്കെയായിരുന്നു കാശ്മീർ സൈക്ലിങ്ങിന്റെ ആൾക്കാർ. ഇനിയിപ്പോ നമുക്ക് അറിയേണ്ടത് ഇപ്പൊ എന്താ പരിപാടി, ഇനി അടുത്തത് എവിടെയാണ്, എങ്ങനെയാന്നൊക്കെ അറിയണ്ടേ. പക്ഷെ അതിനു മുൻപ് പാട്ട് വെയിറ്റിംഗ് ആണേ. ലോക സൈക്കിൾ ദിനമാണിന്ന്. സൈക്കിളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ ഇതാ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഷീ സൈക്ലിംഗ്. നമ്മുടെ ഫോർട്ട് കൊച്ചി വേലി ഗ്രൗണ്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫ്രീ ആയിട്ട് സൈക്കിൾ പഠിപ്പിക്കുന്ന ഒരു ടീം. പക്ഷെ ഇപ്പൊ കൊച്ചിയിൽ മാത്രമല്ല കാശ്മീരിലും പോയി പഠിപ്പിച്ച്. ഇനി അടുത്ത പ്രൊജക്ട് എവിടെയാണ് എന്താണെന്നൊക്കെ പറയാനായിട്ട് ഷീ സൈക്ലിംഗിന്റെ നാഷണൽ കോർഡിനേറ്റർ ആയ സീനത്താണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇനിയിപ്പോ ഇവിടെ നെക്സ്റ്റ് കണ്ണൂരാണ് ക്ലാസ്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട്, വയനാട്, തിരുവനന്തപുരം, കോട്ടയം
ഉം. അങ്ങനെ പല ജില്ലകളിൽ പോയിട്ടുണ്ട്. ഇപ്പോ ഇനിയിപ്പോ കണ്ണൂരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് സൈക്കിൾ ഇല്ല, അതായത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുടെ കയ്യിൽ സൈക്കിൾ ഇല്ല, അപ്പൊ എങ്ങനെയാ ഇവിടുന്ന് കൊണ്ടുപോകും? എന്താ അത്? ഞങ്ങൾ ഞങ്ങളുടെ ജീപ്പുണ്ട്, അതിൽ സൈക്കിൾ കയറ്റിക്കിട്ട് അവിടെ കൊണ്ടുപോയാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്ന ടീച്ചർ മാത്രമല്ല, സൈക്കിളും നമ്മുടെ കൂട്ടത്തിൽ വരുമെന്നല്ലേ? അതെ അതെ അതെ. നൈസ്. എന്തായാലും ഈ വേൾഡ് സൈക്കിൾ ഡേയുടെ അന്ന് തന്നെ സീനത്തിനോട് സംസാരിക്കാൻ പറ്റിയതിലും ഇതൊക്കെ ലോകം അറിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഓ, എനിക്കും വളരെ സന്തോഷം. കാരണം ഓരോ സ്ത്രീകളും ചവിട്ടിക്കാണ്ട് അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ. പിന്നെ റോഡിലേക്ക് വെച്ച് കാണുമ്പോൾ അവരെ ചവിട്ടി പോകുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചിരി, അതാണ് എനിക്ക് സന്തോഷം. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതെ. എനിവേ താങ്ക് യു സോ മച്ച് സീനത്ത്. ഓക്കെ, ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.